അനുസരിച്ച് ഈ ലിസ്റ്റ് അത് ഏതെങ്കിലും അർത്ഥത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ, അതിൽ മാറ്റം വരുത്താൻ, അതിൽ ഭേദഗതി നിർദ്ദേശിക്കാനുള്ള അന്തിമമായ അധികാരം ഇന്ത്യയുടെ പാർലമെന്റിനാണ് ഭരണഘടന കൊടുക്കുന്നത്. പാർലമെന്റിന് കൊടുക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ വിഷയത്തിന്മേൽ പാർലമെന്റ് ഉചിതമായ തീരുമാനമെടുക്കുകയും ആ തീരുമാനം സംസ്ഥാനങ്ങളെ ബാധിക്കുന്നത് സംസ്ഥാന ഗവർണർമാരോട് കൺസൾട്ട് ചെയ്തതിനു ശേഷം പാർലമെന്റിന്റെ ഈ തീരുമാനം തീർപ്പ് കൽപ്പിക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റിന്. അപ്പോൾ ഇതിന്മേൽ സുപ്രീം കോടതി വിധി പറഞ്ഞത് പാർലമെന്റിന്റെ ഈ അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഈ പട്ടികജാതിക്കാരുടെ ലിസ്റ്റ് തീർപ്പ് കൽപ്പിക്കാനുള്ള ഇന്ത്യൻ പ്രസിഡന്റ് അധികാരം, ഈ രണ്ട് അധികാരത്തെയും മറികടക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഭരണഘടനാപരമായ അവകാശമില്ല. ഒരു സംസ്ഥാന ഗവൺമെന്റുകൾക്കും പാർലമെന്റിന്റെ അധികാരത്തെ കവർന്നെടുക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരത്തെ ഓവർറൂൾ ചെയ്യാൻ, ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പരമാധികാരത്തെ മറികടന്നുകൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കോടതിക്ക് പോലും ഈ വിഷയത്തിൽ അവകാശമില്ല. സംസ്ഥാന സർക്കാരുകൾക്ക് തീരെയുമില്ല. വ്യക്തമായി ഭരണഘടനയുടെ നിലപാട് ഇതാണെന്നിരിക്കെ എങ്ങനെയാണ് ഓഗസ്റ്റ് 1 ഈ വിധി പൊരുത്തപ്പെടുന്നത്? അതുകൊണ്ടാണ് മുൻകാല വിധിയിൽ ഈ 5 അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധിയിൽ വളരെ കൃത്യമായി അവർ പറഞ്ഞത്, ഈ സംസ്ഥാന ഗവൺമെന്റുകൾ എടുത്തിരിക്കുന്ന തീരുമാനം, അതായത് പഞ്ചാബ് ഗവൺമെന്റ് എടുത്ത, ഹരിയാന ഗവൺമെന്റ് എടുത്ത, അതുമല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് എടുത്ത ഈ തീരുമാനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ആദ്യ വിധിയുടെ ആധാരം ഇതാണ്. ഇതിന്റെ നിയമപരമായ അടിസ്ഥാനത്തെ എന്തുകൊണ്ട് മറികടക്കുന്നു എന്ന് ഭരണഘടനാപരമായി വിശദീകരിക്കാനുള്ള ബാധ്യത സുപ്രീം കോടതിക്കുണ്ടായിരുന്നു. ഈ 5 മെമ്പർ ബെഞ്ച് പറഞ്ഞ വിധി എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി നിയമപരമായി വിശദീകരിക്കണം. പക്ഷേ ഓഗസ്റ്റ് 1 ഈ 2024 ഓഗസ്റ്റ് 1 ഏതാണ്ട് 565ഓളം പേജുകൾ വരുന്ന സുപ്രീം കോടതി വിധി, അത് ആ വിധിയുടെ കോപ്പിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ വിധിയിൽ ഒരിടത്ത് പോലും ഈ പരമാധികാരത്തെ, പാർലമെന്റ് പരമാധികാരത്തെയും പ്രസിഡന്റ് അധികാരത്തെയും നിഷേധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാം എന്ന് പറയുന്ന ഈ സുപ്രീം കോടതിയുടെ 7 അംഗ ബെഞ്ചിന്റെ വിധിക്ക് ആധാരമായ നിയമപരമായ വശത്തെ ഭരണഘടനാപരമായി വിശദീകരിക്കുന്നതിൽ ഈ വിധി പരാജയപ്പെട്ടിരിക്കുന്നു, വിശദീകരിക്കുന്നില്ല, അതവർ ന്യായീകരിക്കുന്നില്ല. പകരം ഏകപക്ഷീയമായ സ്വരത്തിൽ ഈ ജഡ്ജിമെന്റ് പറയുകയാണ്, അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞാൽ പോരാ, പറയാമെന്നല്ല പറയേണ്ടത്, അതിന്റെ അടിസ്ഥാനം പറയണം, അതിന്റെ നിയമപരമായ സാധുത പറയണം. ആ സാധുത ഭരണഘടനാപരമായി പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ബാലാജി ത്രിവേദി എന്ന് പറയുന്ന ഈ 7 അംഗ ബെഞ്ചിലെ ഒരു ജഡ്ജി വളരെ കൃത്യമായി പറഞ്ഞത്, ഭരണഘടനാപരമായി വിധിക്കൊപ്പം നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല, ഈ വിധിക്ക് കയ്യൊപ്പ് വെക്കാൻ എനിക്ക് സാധിക്കുകയില്ല, ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് ബാലാജി ത്രിവേദി വ്യക്തമായ വിയോജിപ്പ് ഈ വിധിയിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമപരമായി പറയുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് വിട്ടുകൊടുക്കാം. ഈ വിധി അങ്ങനെ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് തീരുമാനിക്കാം, അതാത് സംസ്ഥാനങ്ങളിലെ പട്ടികജാതിപ്പെട്ടവരുടെ ലിസ്റ്റിനകത്ത് ഇടപെടാനും അതിനകത്ത് അവർക്ക് ഉപസംവരണം ഏർപ്പെടുത്താനും സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെ ഒരു അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുത്ത ഈ വിധി ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല.